ആപ്പിളിനെ ട്രോൾ എന്നുണ്ടെങ്കിൽ അത് ഗൂഗിൾ കഴിഞ്ഞിട്ടുള്ളൂ എപ്പോഴും. സോ ഏതൊരു ഗൂഗിൾ പിക്സൽ ഫോൺ വരുമ്പോഴും റീസെന്റ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് ആപ്പിളിനെ എടുത്ത് ട്രോളുന്നത്. ആ ഒരു പ്രതീക്ഷ ഇത്തവണയും മാറ്റിയിട്ടില്ല, തെറ്റിച്ചിട്ടില്ല അവര്. അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിക്സൽ ഫോണിന്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിൽ ജസ്റ്റ് ഒരു വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോയിൽ എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഈ ഫോൺ അല്ലെങ്കിൽ ഈ ഫോണുകൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഏത് ആളുകൾക്കാണെങ്കിലും നോർമലി ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആരെയാണ് ട്രോളുന്നത്, ആരെയാണ് പക്കയായിട്ട് ഊക്കി വിടുന്നതെന്ന്. സോ ഈ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഈ ഹെൽത്തി ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് റീസെന്റ് ആയിട്ട് ഗൂഗിൾ കൊണ്ടുവന്നതാണ്. അവർ മുന്നേ ഫോണുകൾ റിലീസ് ചെയ്തപ്പോഴും ഈ ഒരു ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ്സ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് അവർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള അറ്റൻഷനും അവർ ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ ഒരുപാട് ആളുകൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിന്റെ വലിയൊരു കോമ്പറ്റീഷൻ ഒന്നുമല്ല പിക്സല്. ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ തന്നെയുള്ള സാംസങ് ആണ്. പക്ഷെ സാംസങ് പോലും ട്രോളുന്നതിലേറെ ബെറ്റർ ആയിട്ട് പലപ്പോഴും ഗൂഗിൾ ട്രോൾ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ വലിയ വലിയ ബ്രാൻഡ്സിന്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കും എങ്ങനെ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നമ്മൾ കോമ്പറ്റീറ്ററിനെ തന്നെ ഉൾപ്പെടുത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹെൽത്തിയർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇതുപോലുള്ള കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാം. താങ്ക് യു. If you buy a new phone because of a feature that's coming soon, but it's been coming soon for a full year, you could change your definition of soon, or you could just change your phone.